أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഹജ്ജാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 10 ആയത്തുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത്. 10ാമത്തെ ആയത്താണ് നമ്മൾ അവസാനം പഠിച്ചത്. ഇനി 11 മുതൽക്കുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة خسر الدنيا والآخرة ذلك هو الخسران المبين. خسر الدنيا والآخرة ذلك هو الخسران المبين. يدعو من دون الله ما لا يضره وما لا ينفعه يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. ذلك هو الضلال البعيد.
അപ്പോൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വമിനന്നാസ്, അന്നാസ് എന്നുള്ള അവിടെ നൂനെ മണിക്കണം, ശബ്ദമുള്ള നൂനാണ്. അൽ നാസ് എന്ന ലാമ അവിടെ ഷംസിയൻ്റെ ലാമാണ്, അതുകൊണ്ട് തന്നെ അന്നാസ് വമിനന്നാസി. പിന്നെ മൻ യഅ്ബുദുല്ലാഹ്, അവിടെ നൂനു സാക്കിനത്താണ്. നൂനു സാക്കിനത്ത് ശേഷം യാ ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അവിടെ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യുന്ന പറഞ്ഞാൽ നൂന് ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ മൻ യദ്ഉ എന്നല്ല, മൻ യഅ്ബുദു, യദ്ഉ എന്നല്ല, മൻ യഅ്ബുദു, മൻ യഅ്ബുദുല്ലാഹ. അല്ലാഹ് എന്നുള്ള ഇസ്മു ജലാലത്താണ്, ആ രീതിയിൽ തന്നെ ഉച്ചരിക്കണം. മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അല, അല എന്നല്ല അല എന്നാണ്, ഐനാണ്, ഹംസ അല്ല. ഹർഫിൻ ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, അവിടെ ഫഇൻ നൂന് സാക്കിനത്താണ്, ഇദ്ഹാർ ചെയ്യണം, ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. അസ്വാബഹു എന്നുള്ള അവിടെ കുറച്ച് നിട്ടണം, ഹാന് ശേഷം സുക്കൂനാണ്. ഖൈറുൻ ഇത്മഅന്ന, അവിടെ ഖൈറുൻ ശേഷം ഇത്മഅന്ന എന്നുള്ള അലിഫാണ്, പക്ഷേ അവിടെ ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ ഖൈറുൻ ഇത്മഅന്ന, ഈ ത്വാ ആണ്, ത്വാ ഹുറൂഫുൽ ഖൽഖലിൽ പെട്ടതാണ്, ത്വാ സുക്കൂനാണ്. ഖൈറുൻ ഇത്മഅന്ന ബിഹി, അവിടെ നൂനെ മണിച്ചിട്ടാണ് നിർത്തുന്നത്. ബിഹി, ഹാൽ നിർത്തുമ്പോൾ ബിഹി, നിർത്താതെ ഓതാണെങ്കിൽ ബിഹി എന്നാണ് ഓതേണ്ടത്, കുറച്ച് നീട്ടിയിട്ട് ഓതണം. ഇനി വഇൻ അസാബത്ഹു, വഇൻ അസാബത്, അസ്വാബത്ഹു, വഇൻ അസ്വാബ്, നൂന് സാക്കിനത്ത് ഇദ്ഹാർ ചെയ്യണം, ശേഷം ഹംസ വന്നു. വഇൻ അസ്വാബത്ഹു ഫിത്നതുൻ ഇൻഖലബ, ഫിത്നതുൻ ഇൻഖലബ, അവിടെ കൂട്ടി എഴുതുമ്പോൾ ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി, വജ്ഹിഹി ഹുറൂഫുൽ ഖൽഖലാണ് സുഗ്റ, വജ്ഹിഹി രണ്ട് ഹാ ആണ്, വജ്ഹി അലാ വജ്ഹിഹി ഖസിറ ദുനിയ വൽ ആഖിറ, വൽ ആഖിറ. നിർത്താതെ ഓതാണെങ്കിൽ خسر الدنيا والآخرة ذلك هو الخسران المبين. ഖുസ്റാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറബിയിൽ റ ആണ്, ഖുസ്റാനുൽ മുബീൻ. മലയാളത്തിൽ റ, അറബിയിൽ റ ആണ്. പിന്നെ യദ്ഉ, ദഅ യദ്ഉ, ദാൽ സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖിൽ പെട്ടതാണ്. യദ്ഉ മിൻ ദൂനില്ലാഹ്, യദ്ഉ എന്ന് നിർത്തേണ്ട ആവശ്യമില്ല. യദ്ഉ മിൻ ദൂനില്ലാഹി, അള്ളാഹിൻ്റെ ഇസ്മുൽ ജലാലത്തിനാണ്, മുമ്പ് കസ്ർ വന്നു. മിൻ ദൂനില്ലാഹി, ദൂനില്ലാഹി എന്നല്ല, ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു, സ്വാദ് ബാദാണ്, യദുറുഹു വമാ ലാ യൻഫഉഹു, നൂനവിടെ മണിച്ചിട്ട് അവിടെ ഇദ്ഹാർ ചെയ്യാൻ പാടില്ല. യൻഫഉഹു ദാലിക ഹുവൽ ബഈദ്, ബഈദ് നിർത്തുമ്പം സുക്കൂൻ നിർത്ത ഹുറൂഫുൽ ഖൽഖലയാണ്. അപ്പോൾ ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ രണ്ട് ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തരം മനുഷ്യന്മാരെയാണ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ്. അതാണ് വമിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്. എന്താണ് ഈ ആളുകളുടെ പ്രത്യേകത? അവൻ ആരാണ്? യഅ്ബുദുല്ലാഹ്, അവൻ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അവൻ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ ചൊല്ലി
ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ വേണ്ടത്ര പഠിക്കാതെ കയറിയതായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ബാഹ്യമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് കയറിയതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള രണ്ടവസ്ഥയിലുമുള്ള ചില മനുഷ്യന്മാരുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? അലാ ഹർഫിൻ, ഒരു വക്കിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ ഒരു ഹർഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ഹർഫിന് ഒരു സ്വന്തമായിട്ടൊരു അർത്ഥമൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സാധാരണ ഒരു അർത്ഥം ഉണ്ടാകും. സാധാരണ അറബി ഭാഷയിൽ ഹർഫ് പറയുമ്പോൾ, ഇവിടെ ഹർഫ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ചാടാം. ഇപ്പം നമ്മൾ സാധാരണ കോഴി അരിമ കയറിയുമ്പോഴൊക്കെ പറയും. അതായത് ഒരാളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അപ്പുറത്തേക്കും ചാടാം ഇപ്പുറത്തേക്കും ചാടാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു ഹർഫിന്മേൽ നിന്നിട്ട് ഒരു വക്കിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, മുസ്ലിമീങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ അള്ളാഹിനെ ഹർഫിൽ നിന്നൊരു വക്കത്ത് നിന്ന് ആരാധിക്കുക, അല്ലെങ്കിൽ ഒരു തമ്പിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശം? അത് അള്ളാഹിനെ വിശദീകരിക്കാൻ. ഫഇൻ അസ്വാബഹു ഖൈർ, ഇസ്ലാമിൻ്റെ ഉള്ളിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ചുര ഖൈറുണ്ടായി. ഈ ആയത്തിറങ്ങാൻ അവതരണ പശ്ചാത്തലം ചില മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചില ആളുകളൊക്കെ ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. മദീനയിലേക്ക് കുറച്ച് ആൾക്കാർ വന്നു. അങ്ങനെ അവിടെ മദീനയിലേക്ക് വന്നിട്ട് അവർക്ക് അവിടെ മദീനയിൽ വലിയ രോഗം പ്രയാസവും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ കച്ചവടത്തിലൊക്കെ കുറച്ചൊക്കെ നേട്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം കച്ചവടത്തിൽ നേട്ടം കിട്ടി, അല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ട് കുറച്ച് സാമ്പത്തികമായിക്കൊണ്ട് കുറച്ചൊക്കെ മെച്ചപ്പെട്ടാൽ ഓല് പറയും ഇത് തിരക്കിടില്ല കേട്ടോ, ഈ മതം കുഴപ്പമില്ല, നല്ല മതമാണ്. ഇനി ഇസ്ലാം ആയതിനു ശേഷം കുറച്ചൊക്കെ പരീക്ഷണങ്ങൾ വന്നു, ബുദ്ധിമുട്ടുകൾ വന്നു, പ്രയാസങ്ങൾ വന്നു. അപ്പോൾ പറയും ഇത് ശരിയാവില്ല, കൊടുത്തു. കൂട്ടുകാരെ കൊണ്ടുള്ള ഫിത്തന. അപ്പോൾ ഓക്കും തോന്നാണ് ശരി, അപ്പം ഞാൻ അപ്പം ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം, എല്ലാവരും ഇപ്പം അങ്ങനെയല്ല നടക്കണേ, ഇതൊരു ഫിത്തനയാണ്. അപ്പം ഏത് നിലക്കുമുള്ള ഫിത്തന വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ദീനിൽ ഉറച്ചിക്കണം. ദീനിൽ ഉറച്ചു നിൽക്കാതെ മുർത്തദ്ദായി പോകുന്ന, കാഫിറായി പോകുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടായാൽ ഖസിറ ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറ നഷ്ടപ്പെടും. ഇനി അല്ലാഹ് പറയാണ്, അങ്ങനെ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടാൽ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അവനേക്കാളും വലിയ നഷ്ടം സംഭവിച്ചവൻ ഏതുമില്ല. കാരണം ഓന് ദുനിയാവും കിട്ടണില്ല, ആഖിറം കിട്ടും. കാരണം ദുനിയാവ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ദീനിന് പുറത്തു പോയത്. പക്ഷെ അവൻ ദുനിയാവ് കിട്ടുമോ? കിട്ടൂല, അല്ലാഹ് കൊടുക്കൂല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ദീനിൽ നിന്ന് അള്ളാഹുവിൻ്റെ പരീക്ഷയിലൂടെ പുറത്തുപോയ ആളുകൾക്കൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് നിന്യതേ കൊടുക്കുള്ളൂ. ദുനിയാവിൽ അള്ളാഹുവർക്ക് നിന്യതേ കൊടുക്കുള്ളൂ. മനസ്സിലായില്ലേ? ആ നിന്യത പരലോകത്തുണ്ടാവും. അതുകൊണ്ട് ഖസിറ ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖൈറാണെങ്കിലും ദീനിൽ നിൽക്കുക, ഷർറാണെങ്കിലും ദീനിൽ നിൽക്കുക. ഖൈറുണ്ടാകുമ്പം അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ഇത് നമുക്കും ഉള്ള പാഠം എന്താ വെച്ചാൽ, ഓന് അന്നത്തെ ക്ലാസ്സിനൊക്കെ കുഴപ്പമൊന്നുമില്ലാതെ നല്ല ഉഷാറാണെങ്കിൽ എല്ലാം ക്ലാസ്സിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, കുറച്ച് സാമ്പത്തിക കുറച്ച് അടച്ചത്, പിന്നെ അവന് ക്ലാസ്സും ഇല്ല, ഒക്കെ മീറ്റിങ്ങും ഇല്ല, എന്താ ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതായത് വലിയ പ്രയാസമൊന്നും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ അങ്ങനെ നല്ല ഇങ്ങനെ പോകുമ്പം ക്ലാസ്സിനുണ്ടാവും, പള്ളിക്കുണ്ടാവും, ജമാഅത്തിനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇനി അവന് സാമ്പത്തിക വല്ല പ്രയാസവും കാര്യങ്ങളൊക്കെ വന്നാലോ, പിന്നെ പള്ളിക്ക് ജമാഅത്തിന് വരൽ തുടങ്ങും, ടെൻഷനായി, ജമാഅത്തില്ല, പിന്നെ ക്ലാസ്സില്ല, ഒന്നുമില്ലാതെ അങ്ങനെ പോകും. അവസാനം അവൻ ഇങ്ങനെ പൾട്ടടിച്ച് ദീനിന്നാണ്ട് പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവും. നഊദുബില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, അള്ളാഹ് ഖൈറുകൊണ്ട് പരീക്ഷിക്കും. പോലെ നബ്ലുക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, ഷർറ് കൊണ്ട് പരീക്ഷിക്കും. അപ്പം ഖൈറും ഷർറും പടച്ചോൻ എന്നുള്ളതാണെന്ന് നമ്മുടെ ഈമാൻ കാര്യത്തിൻ്റെ 6ാമത്തെ കാര്യമാണ്. പക്ഷെ ഈ 6ാം കാര്യം, പിന്നെ ഈമാൻ്റെ 6ാമത്തെ കാര്യം പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലൈഫാണ്, കുറച്ച് വീക്കാണ്. ആ വീക്കുള്ളതുകൊണ്ടാണ്
ദീനിൻ്റെ പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറി 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 പോകുന്ന അവസ്ഥ ഉണ്ട്. അത് ഹസ്രത്ത് ദുനിയാവിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തും നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കന്മാർക്ക് അള്ളാഹു സമൃദ്ധി കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രയാസങ്ങൾ കൊണ്ടും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ അത്യാവശ്യം ഗനീമത്ത് സ്വത്തുക്കളൊക്കെ കിട്ടി, പ്രയാസങ്ങളുടെ റസൂലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്തൊരു ഘട്ടമുണ്ടായിട്ടുണ്ട്. എന്നാൽ വളരെയധികം പട്ടിണി കിടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബ് യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ അള്ളാഹു പറഞ്ഞ പോലെ അവിടെ കൽബുകൾ പോലും തൊണ്ടക്കുഴിയിലേക്ക് എത്തുമാറ് പേടിച്ചു പോയ പരീക്ഷണങ്ങളുണ്ട്. രണ്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു നിന്നു. പക്ഷെ പല പരീക്ഷണങ്ങളിലും മുനാഫിക്കുകൾ ഔട്ടായിപ്പോയി. അതുണ്ടായത് അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ മുനാഫിക്കുകൾ മദീനയിൽ കിടന്ന് ഇങ്ങനെ ഫിത്ന ഉണ്ടാക്കുകയാണ്. നമ്മളെ കഥ ഇനി നോക്കിയിട്ട് വരില്ല. അപ്പോൾ വിശ്വാസികൾ പറഞ്ഞെന്താ, ഇന്നന്നാസക്കത് ജമഊലക്കും ഫഖ്ശൗഹും, എന്താ എല്ലാവരും നിങ്ങളെ ഒരുമിച്ച് നിങ്ങളെ എതിരാണ്, പേടിച്ചോളി, മദീന ആകെ തകരാൻ പോവുകയാണ്. അവരെന്താ പറഞ്ഞ, ഫസാദഹും ഈമാന, അവരല്ലാഹു ആ കപട വിശ്വാസികളുടെ വാക്ക് കേട്ടപ്പോൾ ആകെ പേടിച്ച് വർക്കല്ല, ഫസാദഹും ഈമാൻ, അവർക്ക് ഈമാൻ വർദ്ധിക്കരുത്. വഖാലു ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് പഠിച്ചോണ്ട്, ആരില്ലെങ്കിലും പഠിച്ചോണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ശത്രുവിൻ്റെ കാല് കാണാൻ റസൂലുള്ളാഹിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നിങ്ങനെ കുമ്പിട്ട് നോക്കിയ റസൂലുള്ളാഹിനെയും അബൂബക്കർ സിദ്ദീഖിനും കാണും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേടി എന്താ, എനിക്കെന്തെങ്കിലും പറ്റുമെന്നില്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തോ പറ്റുമെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ റസൂലുള്ളാഹി ആശ്വസിപ്പിച്ചെങ്ങനെ, എന്താ അബൂബക്കർ, രണ്ടാളുണ്ടെങ്കിൽ മൂന്നാമനായി പടച്ചോണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കണമെന്നല്ലേ. ഇത് ഖാല ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാവണം. ഖൈറിലും അല്ലാഹു കൂടെ ഉണ്ടാവും, ഷെറിലും അല്ലാഹു കൂടെ ഉണ്ടാവും. പക്ഷേ ഷെറ് അള്ളാഹു നമുക്ക് നൽകുന്നൊരു പരീക്ഷണം. ദീനിൻ്റെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. ഫിത്തനകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദീന് കൊണ്ട് ചിലപ്പോൾ അള്ളാഹു പരീക്ഷിക്കും, ദീനുകൊണ്ട് പരീക്ഷിക്കും. ദീനോട് എങ്ങനെ പരീക്ഷിക്കാറിയോ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദ്യം മുസ്ലിമീങ്ങൾ എവിടേക്ക് നിസ്കരിച്ചിരുന്നേ? നിസ്കരിച്ചിരുന്നേ ബൈത്തുൽ മഖ്ദിസ്. എത്ര മാസം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി 16 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിൽ നിസ്കരിച്ചു. ഇത് എന്തിനാ ശരിക്ക് ഇസ്ലാമിൻ്റെ മുൻ വേദഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരുടെയൊക്കെ വേദഗ്രന്ഥങ്ങൾ അവസാനത്തെ പ്രവാചകൻ്റെ ഖിബല ഏതായിരിക്കും? കഅബയായിരിക്കുന്ന. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിബല ഏതാണ്? ബൈത്തുൽ മഖ്ദിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ, ഇതിപ്പോൾ കഅബയാണെങ്കിൽ ഇവിടെയാണ് ബൈത്തുൽ മഖ്ദിസ് ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിക്കാറ് ഇവിടുന്ന് നിസ്കരിക്കുക. എവിടുന്ന്? ഇവിടുന്ന്. അപ്പോൾ കഅബയെ മുമ്പിലാക്കിയിട്ട് ബൈത്തുൽ മഖ്ദിസ് നിസ്കരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്തിന്? ബൈത്തുൽ മഖ്ദിസ്ക്ക് കഅബയിലേക്ക് തിരിയണമെന്ന്, കഅബ ഖിബിലാകണമെന്ന്. പക്ഷേ നബിക്ക് അങ്ങനെ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മദീനയിൽ എത്തിയിട്ട് 16 മാസക്കാലം പ്രവാചകൻ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇതിനെപ്പറ്റി അള്ളാഹ് പറഞ്ഞ എന്താ അറിയാം? വമാ ജഅൽനൽ, പിന്നീട് ഇങ്ങോട്ട് കഅബയിലേക്ക് ഖിബല മാറ്റി. ഞാൻ പറഞ്ഞു ദീനുകൊണ്ട് പരീക്ഷിക്കുന്ന ഉദാഹരണം. ഇതിൽ അള്ളാഹ് പറഞ്ഞു എന്തിനാണ് ഈ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ ആളുകളെ അള്ളാഹ് ബൈത്തുൽ മഖ്ദിസ് ഇങ്ങോട്ടാണ് മതിയെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞെത്തനാണ്. അതിൻ്റെ ഹിക്മത്തുണ്ട്. വമാ ജഅൽനൽ ഖിബലത്തല്ലത്തി കുൻത അലൈഹാ ഇല്ലാ ലിനഅലം മൻ യത്തബിഉർ റസൂൽ. അപ്പം ദീന് റസൂൽ പറഞ്ഞതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 16 മാസക്കാലം അങ്ങോട്ട് സ്കരിപ്പിച്ച് പിന്നെ ഇങ്ങോട്ട് തിരിച്ച്. ഈ കിബില മാറിയപ്പോൾ ഇൻഖലബ അലാ വജ്ഹിഹി, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? പൽറ്റടിച്ച് ഇസ്ലാം ഒന്ന് പുറത്തുപോയി. ഇസ്ലാം എന്ത് ചെയ്തു? അതാണ് ഇന്ന അസാബത്തു ഫിത്ന, അവർക്കൊരു ഫിത്ന വന്നു. ഫിത്ന എന്ന് പറഞ്ഞ പരീക്ഷണമാണ്. ഇൻഖലബ അലാ വജ്ഹിഹി, ഇസ്ലാം എന്ന് പുറത്തായി. ഒരു പറഞ്ഞ് സയഖൂലു സുഫഹാഉ മിനന്നാസ് മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. ഇതൊക്കെ അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. ചില വിഡ്ഢികളായ ആളുകൾ പറയുന്നു, കുറേ അങ്ങോട്ട് തിരിഞ്ഞ് കുറേ ഇങ്ങോട്ട് തിരിഞ്ഞ്. അങ്ങനെ നമ്മളെ ആൾക്കാർക്കുണ്ട്.
എന്ന് പറയാം. അങ്ങോട്ട് പറയാൻ പറഞ്ഞു, അങ്ങോട്ട് പറയാൻ പറഞ്ഞു, എന്ത് ദീനാണ്. അന്നും കുറേ മുനാഫിക്കുകളെ ചോദിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഉൾട്ടേട്ടോ, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന മനുഷ്യന്മാർ പിന്നെ നേരെ ഇങ്ങോട്ട് തിരിയാണ്. അപ്പോൾ ചില വിഡ്ഢികൾ ചോദിക്കണം, ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ വേറെ വസ്വാസ്. അപ്പോൾ ഇതിൻ്റെ അടുക്ക് അങ്ങോട്ട് തിരിഞ്ഞ് കുറേ ആൾക്കാർ നിസ്കരിച്ചണല്ലോ, അങ്ങനെ കുറേ ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചവരൊക്കെ മരിച്ചു പോയില്ലേ. അപ്പോൾ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ? ഫിത്ന ഉണ്ടാക്കണം. ഇപ്പോൾ കള്ളുകൂടി നിരോധിച്ചപ്പോൾ കുറച്ച് മുനാഫിക്കിന് ഫിത്ന. അപ്പോൾ കള്ളുടിച്ച് മരിച്ചുപോയ ആൾക്കാരില്ലേ, പോലും സ്വർഗത്തിലോ നരകത്തിലോ നമ്മൾ കണ്ടോ. ഇപ്പോൾ പിന്നെ നമ്മളെ ചില ആൾക്കാരുണ്ടാവും ഈ മാലിയും മൗലൂദ് റാത്തീബൊക്കെ പിന്നെ എന്താ പറയുക ഒഴിവാക്കി വരുമ്പം വജ്ജിദ്ദരെ ജല്ലി ചെയ്യുന്നു, പൻ്റെ മണ്ട് കാഫറിനു, അങ്ങനത്തെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. വിവരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയില്ല. അപ്പോൾ ഇവിടെ ഈ ഫിത്ന വന്നു, അവിടെ എന്ത് ചെയ്തു, കുറച്ച് ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇനി ഇതേപോലെ മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മെഹറാജ് ഉണ്ടായില്ലേ? ഉണ്ടായല്ലേ? എന്നുണ്ടായത്? മക്കത്തുനിന്നോ മദീനത്തുനിന്നോ? എന്നുണ്ടായത്? അത് ഇന്ത്യന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴാണ് മെഹറാജ് ഉണ്ടായത്? ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചു, അബൂ ത്വാലിബ് മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികമായി ശരിക്ക് തളർന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത്താണികൾ നഷ്ടപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഹിജ്റയുടെ ഒരു 1.5 വർഷം മുമ്പ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മെഹറാജിന് കൊണ്ടുപോയി. ശരീരത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കും ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് 7 ആകാശത്തും കൊണ്ടുപോയി. 7 ആകാശത്ത് കൊണ്ടുപോയി അള്ളാഹുവിനോട് സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു, സ്വർഗം കണ്ടു, നരകം കണ്ടു. അതേ രാത്രി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വന്നു. ഇതൊരു ഫിത്നയാണ്. ഫിത്ന എന്താ? പരീക്ഷണം. ഇവിടെ വന്നു, മക്കത്ത് വന്നു. മക്കത്ത് വന്നിട്ട് ഇതേതാ കാലം നോക്കണം നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഏതാ കാലം? ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ത്വാലിബ് മരിച്ചു, ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചു. റസൂലുള്ളാഹിന്റെ 2 ഇടവും വലവും നിൽക്കുന്ന 2 തൂണുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഷ്ടപ്പെട്ട സന്ദർഭത്തിലാണ് റസൂലുള്ളാഹിക്ക് മെഹറാജ് ഉണ്ടായി. ആ മെഹറാജ് ഉണ്ടായി വന്ന് പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആരോട്? ശത്രുക്കളോട്. ഭയങ്കര കോളായില്ലേ? കാരണം എന്താ, അന്ന് ഒരു മനുഷ്യൻ മാസങ്ങളോളം യാത്ര ചെയ്താലാണ് മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ്ക്ക് എത്തുക. ഇതിൽ ബൈത്തുൽ മഖ്ദിസ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് പോയി എന്ന് മാത്രമല്ല, അവിടുന്ന് 7 ആകാശത്തേക്കും പോയി, അവിടുന്ന് തിരിച്ചു വന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ബിദായിൽ പറയാണ്, ഇൻഖലബ അലാ വജ്ഹിഹി. ചില ആൾക്കാർ എന്ത് ചെയ്തു? മുർത്തദ്ദായിപ്പോയി. കാരണം എന്താ? ഇതുണ്ടാവില്ല കേട്ടോ. അതേപോലെ ദീനും പരീക്ഷണമാണ് ചില സംഗതികളൊക്കെ. ചില ഹദീസൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാവും, ഇതൊക്കെ പിന്നെ നബി പറയോ, നമ്മളെ തീരുമാനിക്കുക, നബി പറയുമെന്ന് പറയണ്ടത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് ഫിത്നയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഫിത്നയിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹിൻ്റെ ദീനിൽ നിന്ന് മാറിക്കല്ല. അപ്പോൾ ഉഹദ് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്താൻ വേണ്ടി പോകുമ്പം കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ പോയി ഏകദേശം ആൾക്കാർ, പക്ഷെ 300-ഓളം ആൾക്കാർ മുനാഫിക്കുകൾ എന്ത് ചെയ്തു? വഴിയിൽ വെച്ച് തിരിച്ചു വന്നല്ലോ. ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ദീനിൽ നിന്ന് അകന്നു പോകുക, ദീനിൽ നിന്ന് തിരിഞ്ഞു നടക്കുക എന്നുള്ളത് ആരുടെ ലക്ഷണമാണ്? ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ലക്ഷണമല്ല. അപ്പോൾ നമ്മൾ നല്ലോണം മനസ്സിലാക്കുക വെച്ചാൽ, എവിടെ ഇസ്ലാം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാ മുനാഫിക്കുകൾ അവിടെ നിഫാഖ് പുറത്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് അവിടെ അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിൽ ഖൈർ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും, ഷർറ് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഖൈർ കൊണ്ട് പരീക്ഷിച്ചാൽ അതിൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക, ഖൈർ കൊണ്ട് പരീക്ഷിച്ചാൽ അള്ളാഹുവിന് സബർ ചെയ്യുക. അത് സബർ ചെയ്യാതിരുന്നാൽ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അതാണ് ശരിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാൾക്ക് ദുനിയാവും കിട്ടിയിട്ടില്ല, ആഖിറവും കിട്ടിയിട്ടില്ല, ഓൻ്റെ നഷ്ടം എന്താ? ഓനെക്കാട്ടും വലിയ അല്ലാഹുവിനെല്ലാം കാത്തിരിച്ച് ദൗർഭാഗ്യം വേറുണ്ടോ? പല കാഫിര്യങ്ങൾക്കും ദുനിയാവെങ്കിലും കിട്ടും. ഇപ്പം ഇബ്ലീസിനടക്കം ദുനിയാവ് കിട്ടിയിക്കണമല്ലോ. ഓൻ ചോദിച്ചാൽ അത് കൊടുത്തില്ലേ? വന്നിരുന്നില്ല യോമി ബഅ്സുന്നറുള്ള കൊടുത്തല്ലോ, ദുനിയാവ് കൊടുത്തില്ലേ? അപ്പം ഇബ്ലീസിനടക്കം ദുനിയാവ് കിട്ടിയിട്ടുണ്ട്. ഫിറഔന് കിട്ടിയിട്ടുണ്ട്, ഹാമാന് കിട്ടിയിട്ടുണ്ട്, ഖാറൂന് കിട്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യന് ദുനിയാവും കിട്ടിയിട്ടില്ല, ആഖിറവും കിട്ടാതിരുന്നാൽ അതാണ് ഹസ്റത്ത് ദുനിയാ വൽ ആഖിറ, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അപ്പോൾ ഒന്നുകിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവും ആഗ്രഹിക്കണം, പരലോകത്തും ആഗ്രഹിക്കണം.
അല്ലാതെ എനിക്ക് ദുനിയാവ് വേണ്ടേ എന്ന് നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അള്ളാഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല. കച്ചവടമില്ല, നോമ്പില്ല, അല്ലെങ്കിൽ കച്ചവടമില്ല, അവൻ്റെ കുടുംബത്തെ നോക്കണില്ല, അതുപോലെ തന്നെ അധ്വാനിക്കണില്ല, ഓൻ നിസ്കാരവും ദിക്റും ദ്വാവും മാത്രമായിട്ട് ഇങ്ങോട്ടും സൂഫിയ ഗൂഫിയ എന്ന് പറഞ്ഞ് നടക്കും. അത് ഇസ്ലാമിലില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്വാനിച്ചിട്ടുണ്ട്, പാല് കറന്നിട്ടുണ്ട്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യമാരുണ്ട്, പ്രവാചകൻ വീട്ടിലെ ജോലികൾ ചെയ്യാറുണ്ട്, റസൂലുള്ളാഹി പള്ളിയിൽ ഇമാമത്ത് നിൽക്കാറുണ്ട്, എല്ലാ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. അത് നമ്മൾ ശരിക്കും ദുനിയാവുണ്ട്. അതുകൊണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അപ്പോൾ ദുനിയാവും വേണം, നമുക്ക് ആഖിറും വേണം. ദുനിയാവില്ലാതെ ആഖിറും പിന്നെ അഥവാ ആഖിറും ദുനിയാവും രണ്ടും കൂടി ഒപ്പം നഷ്ടപ്പെട്ടാണെങ്കിൽ ആ ദുനിയാവ് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും ഹൈർ. കാരണം പരലോകം ഇന്നൽ ആഖിറത ഖൈറും വഅബ്ഖ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ എന്താ വെച്ചാൽ, പിന്നെ ഇവർ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, യദ്ഉ മിൻ ദൂനില്ലാഹ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വേറെ ചില ആൾക്കാരുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ എന്താണ് ഈ അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാറ്? അപ്പം നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്, മൊയ്‌ദി ശൈഖിനെ വിളിക്കണുണ്ട്, ബദരീങ്ങൾ വിളിക്കണുണ്ട്, മമ്പ്രദങ്ങൾ വിളിക്കണുണ്ട്. പിന്നെ ഇവരൊക്കെ നല്ല മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ ആൾക്കാർ പറയും, പിന്നെ ഞങ്ങളവരെ പ്രാർത്ഥിക്കണില്ല, സഹായം ചോദിക്കണുള്ളൂ. ഞങ്ങളവരെ പ്രാർത്ഥിക്കണില്ല, സഹായം ചോദിക്കണുള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനിയിപ്പോൾ എന്ത് പേരിട്ടാലും, ഇനി പ്രാർത്ഥിക്കുകയാണ്, സഹായം ചോദിക്കുകയാണ്, എന്ത് പേരിട്ടാലും, നമ്മൾ ഒരു മരിച്ച മനുഷ്യനെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെ സഹായിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ സഹായിക്കുമെന്ന പോലെയാണോ? ആണോ? അപ്പം ഞാനിവിടെ നിന്നിട്ട് CKP വിളിക്കാൻ നോട്ടിക്കൂടി. അപ്പം എൻ്റെ മനസ്സിലെന്താ ഉള്ളത്? ഇവരോട് എണീറ്റ് ഇപ്പം എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചാൽ എൻ്റെ ധാരണ എന്താ? എൻ്റെ ധാരണ എന്താ? മൂപ്പരോട് ഇറങ്ങി എന്നെ സഹായിക്കുന്നല്ലേ? എന്ന് മൂപ്പർക്ക് ഇറങ്ങി വരാനും എന്നെ സഹായിക്കാനൊക്കെ കഴിയും. ഞാൻ CKP എന്നെക്കാട്ടിലും എനിക്ക് കാര്യം മൂപ്പർക്ക്, അല്ലെങ്കിൽ വേറെ മനുഷ്യനാട്ടെ, അപ്പം നീച്ചിക്കാൻ തന്നെ ചെയ്യാത്ത മനുഷ്യനാ. അങ്ങനത്തെ ഒരാളെ ഞാൻ വിളിച്ചാൽ എന്താ പറയുക, ഇത് പൊട്ടത്തരം കാട്ടുന്നത്, മൂപ്പർക്ക് നടക്കാൻ തന്നെ ചെയ്യാം, പിന്നെ നിങ്ങൾ സഹായിക്കും. അപ്പം നമ്മളെ സഹായിക്കാൻ കഴിവുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളെ നമ്മൾ വിളിക്കണത്. മരിച്ച ഒരാളെ നമ്മൾ വിളിക്കുകയാണ് കുട്ടിക്കോടി. ഇപ്പം നമ്മൾ മൊയ്‌ദി ശൈഖിനെ വിളിക്കുകയാണ്. അപ്പം നമ്മൾ വിശ്വാസം എന്താ? മൊയ്‌ദി ശൈഖിന് ബഗ്ദാദിൽ മറമാടപ്പെട്ട മൊയ്‌ദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരുപാട് സേവനം ചെയ്ത മനുഷ്യനാണ്. അപ്പം അദ്ദേഹം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ മോങ്ങത്തങ്ങാടിയുള്ള എനിക്ക് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നാണോ നമ്മുടെ വിശ്വാസം? എങ്കിൽ അത് അബദ്ധമല്ലേ? കാരണം മൊയ്‌ദി ശൈഖ് മരിച്ചില്ലേ? ബദരീങ്ങൾ മരിച്ചല്ലോ, എല്ലാവരും മരിച്ചു. ഈ മരിച്ചവരൊക്കെ സ്വയം മയ്യത്ത് കുളിച്ചതാണോ കുളിപ്പിച്ചതാണോ? മരിച്ചവരൊക്കെ സ്വയം മയ്യത്ത് കുളിച്ചതാണോ അത് മയ്യത്ത് കുളിപ്പിച്ചതാണോ? മയ്യത്ത് കുളിപ്പിച്ചല്ലേ അതിനെ കുളിപ്പിക്കണേ? ദുനിയാവിൽ അതുവരെ ആരും കുളിപ്പിക്കാത്ത മനുഷ്യന്മാർ മരിച്ചാൽ പിന്നെ വേറെ കുളിപ്പിക്കണോ? എന്തിനാ? മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം ശരീരം വൃത്തിയാക്കാൻ പോലും ആർക്ക് കഴിയില്ല? ഒരു മയ്യത്തിന് കഴിയില്ല. എന്നിട്ട് പള്ളിക്കാട്ടിക്ക് നടന്നതാണോ അതോ കൊണ്ടുപോയതാണോ? മയ്യത്ത് കട്ടിൽ എന്ന് പറഞ്ഞ സാധനം എന്തിനാ? അവന് മയ്യത്ത് നടന്നു പോകും, പിന്നെ നമ്മളോട് നടത്തിയാൽ പോരെ? നടക്കൂല. സ്വയം ഖബറിലേക്ക് ഇറങ്ങിയതാണോ ഇറക്കിയതാണോ? ഇറക്കി. ഇങ്ങനെ നമ്മൾ വിശ്വാസം. അപ്പം ഇതൊന്നും സ്വന്തം ചെയ്യാൻ കഴിയൂല. ഏത്? സ്വന്തം കുളിക്കാൻ കഴിയൂല, സ്വന്തം നടക്കാൻ കഴിയില്ല, സ്വന്തം ഇറങ്ങാൻ കഴിയില്ല. പക്ഷെ അവിടെ കൂടെ എത്തിയാൽ എന്ത് ചെയ്യും? പിന്നെ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും പോകും. നിങ്ങൾ ആലോചിച്ച് ഇത് ഒരു ബുദ്ധിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി മരിച്ചല്ലോ. നബിനെക്കാട്ടും വലിയ വലിയും റസൂലുള്ളാഹിനെക്കാട്ടും വലിയ ഔലിയാക്കന്മാർ ലോകത്തില്ലല്ലോ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു സഹാബത്ത് ഇബ്നു അബ്ബാസ് ഒക്കെ മയ്യത്ത് കുളിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും അലി റളിയല്ലാഹു അൻഹു നബിനെ കുളിപ്പിച്ചണോ? ഇല്ലല്ലോ. അലി റളിയല്ലാഹു അൻഹു സ്വന്തം മരുവനാണ്. അലി ഇന്ന് കുളിപ്പിച്ചിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും എത്രത്തോളം ഒട്ടകത്തിൻ്റെ പുറത്തിൽ നിന്ന് എന്തെങ്കിലും വീണാൽ പോലും അത് സ്വന്തം ഇറങ്ങിയിട്ടേ നബി എടുക്കുള്ളൂ. സഹാബത്തൊക്കെ അങ്ങനെയാണ്, വേറെ ഒന്നും എടുപ്പിക്കൂല. അത്രയും പരസഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കബർക്ക് ഇറങ്ങിയിട്ടില്ല, സഹാബത്ത് ഇറക്കിയതാണ്. ഇറക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ, ഞാൻ തന്നെ സ്വന്തം മണ്ണിട്ട് മൂടിക്കോളൂ. അറിഞ്ഞില്ല, റസൂലുള്ളാഹി മണ്ണിട്ട് മൂടിയതാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നിലമ്പൂർ വന്ന് ജർമ്മനിയിൽ വന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമ്മളാണ് വിശ്വസിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ വിളിക്കുന്നവർ ഇനി എന്ത് പേരിട്ട് വിളിച്ചാലും അവർക്ക് ഒരു ഉപകാരം ചെയ്യാൻ അവർക്ക് കഴിയാന്ന് പറഞ്ഞു. യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ ചില ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ മുസ്ലിമായിട്ടും ഗായിലാളുകൾ അംഗീകരിച്ചിട്ടൊക്കെ ആളുകൾ എന്ന യദ്ഉ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ. രണ്ടർത്ഥമുണ്ട് അവിടെ. ദൂൻ എന്ന് പറഞ്ഞാൽ അതിന എന്നർത്ഥമുണ്ട്, അള്ളാഹുവിന് താഴെയുള്ളവരെ എന്നും അർത്ഥമുണ്ട്, അള്ളാഹുവിന് പുറമെയുള്ളവരെ. രണ്ടർത്ഥം ചെയ്യണം. കാരണം അള്ളാഹ്ക്ക് താഴെയുള്ളവരൊക്കെ അമ്പിയാക്കന്മാരാണെങ്കിലും മൗലിയാക്കന്മാരാണെങ്കിലും ഏത് ഹോജരാജാക്കന്മാരാണെങ്കിലും ഓരൊക്കെ പടച്ചോൻ്റെ താഴെയാണ്. അപ്പോൾ അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിൻ്റെ താഴെയുള്ളവർ വിളിക്കുന്ന ആൾക്കാരുണ്ട് ചില ആളുകൾ. എന്നാൽ മാ ലാ യദുറുഹു, ഈ മരിച്ച മനുഷ്യന്മാർ ഇവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കൂല, ഒരു ഉപദ്രവം ഉണ്ടാക്കൂല. അള്ളാഹ് പറയാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല, ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഇപ്പം ഈ വയനാട്ടിലൊക്കെ പോണ ആൾക്കാർക്ക് അവിടെ കുറച്ചിടത്ത് ഇങ്ങനെ പൈസ എറിയുന്നതാണ്. ഈ വയനാട്ടിൽ ചുരം പോകുമ്പോൾ അടിവാരത്ത് അതെന്താണെന്ന് വെച്ചാൽ ഈ പൈസ എറിഞ്ഞ് ആ മൂപ്പരിത് കണ്ട് മൂപ്പര പൈസ സ്വീകരിച്ച് തൃപ്തിപ്പെട്ട് എന്ന് ചോദിക്കഴിഞ്ഞ് എൻ്റെ വണ്ടി സേഫാണ്. അത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദിക്റോടെ പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത, ഇതൊക്കെ പോയി. അപ്പം യഥാർത്ഥത്തിൽ അള്ളാഹ് പറയാണ് ലാ യദുറുഹു, നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആരെ വിളിച്ചാലും ലാ യദുറുഹു, നിങ്ങൾക്ക് ഒരു ഉപദ്രവം അവരുണ്ടാക്കൂല. മാത്രമല്ല വമാ ലാ യൻഫഉഹു, നിങ്ങൾക്കൊരു ഉപകാരവും തരില്ല, ഒരു ചെറിയ ഉപകാരം പോലും കിട്ടൂല. അപ്പം നമ്മൾ എന്തിനെ വിളിക്കണേ? ഒന്നുകിൽ ഉപദ്രവം തടുക്കാൻ, അല്ലെങ്കിൽ ഉപകാരം കിട്ടാൻ. ഇത് രണ്ടും മരിച്ചവരെ കൊണ്ട് കിട്ടൂല. മരിച്ചവരെന്നല്ല, ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഒരു ഉപദ്രവം അവർ കൊണ്ട് തടുക്കാനും കഴിയില്ല, ഒരു ഉപകാരം അവരെ കൊണ്ട് നേടാനും കഴിയില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, എന്നിട്ടും മനുഷ്യന്മാർ ഇങ്ങനെ വിളിക്കണം എന്നുണ്ടോ? അവിടെയാണ് ശൈത്താൻ വിജയിക്കണം. എന്തുകൊണ്ടാണ് ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഈ മനുഷ്യൻ കൊത്തി ഉണ്ടാക്കിയ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ തന്നെ ഈ മനുഷ്യന്മാർ നിൽക്കുകയാണ്? ഞാൻ മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ശിർക്ക് എന്തുകൊണ്ട് അള്ളാഹു പൊറുക്കൂല എന്ന് പറഞ്ഞപ്പോൾ ചില 4-5 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പൊട്ടത്തരമാണ്. ഈ പൊട്ടത്തരം മനുഷ്യന്മാർ ഇത്ര രൂപത്തിൽ ചെയ്യുന്നത് സയ്യന ശൈത്താൻ അഅ്മാലോ, അതിൽ പ്രത്യേകമായ ഒരു ഭക്തി അള്ളാഹ് കൊടുക്കും. പിന്നെ ഈ ശൈത്താൻ എന്ത് ചെയ്യും? ഒരു അലങ്കാരമാക്കി അള്ളാഹ് പിന്നെ അവർക്ക് കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് എത്ര ഉപകാരം കിട്ടൂല എന്ന് അള്ളാഹു പറഞ്ഞാലും പിന്നെ അവരെ തന്നെ വിളിക്കണം. ലാ യദ്ഉ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് താഴെയുള്ളവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നിനെ ലാ യദുറുഹു, അവർക്കൊരു ഉപദ്രവം അവർ വരുത്തുകയില്ല. അതുപോലെ വമാ ലാ യൻഫഉഹു, ഒരു ഉപകാരവും അവർ വരുത്തില്ല. വിഗ്രഹങ്ങളാണെങ്കിലും മരിച്ചവരാണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പം നമുക്ക് നിസ്കാരം 5 വക്ത് ആണല്ലോ ഇപ്പോൾ ഉള്ളത് അല്ലേ? 5 വക്തുള്ള നിസ്കാരം ആദ്യം എത്രയായിരുന്നു? 50 ആയിരുന്നു. അപ്പം 50 വക്തുള്ള നിസ്കാരം 5 വക്തായി ചുരുക്കിയല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാര് പറഞ്ഞിട്ടേനു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി മരിച്ചു പോയില്ലേ? മരിച്ചവരെ കൊണ്ട് ഉപകാരം കിട്ടിയില്ലേ? എന്താണ് സംശയം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്നാണോ പറഞ്ഞ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിനെ കണ്ടെവിടുന്ന? മൂസാ നബിൻ്റെ ഖബറിനെ ചെന്ന് പറഞ്ഞാണോ? അല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ജീവിപ്പിച്ചാണ് കാണിച്ചു കൊടുത്തു.
അപ്പോൾ മുമ്പിലുള്ള മൂസാ നബി അലൈഹി സ്വലാത്ത് മാത്രമല്ല, മൂസാ നബിയോട് റസൂലുള്ളാഹി സഹായം ചോദിച്ചോണം. മൂസാ നബിയെ, ഞാൻ 50 വക്ത് നിസ്കാരം കിട്ടിയിട്ട് ആകപ്പാടെ ഇടങ്ങാറായി, ബേജാറായി, നിങ്ങളൊന്ന് 5 വക്താക്കി ചുരുക്കിയിരി എന്ന് പറഞ്ഞോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വക്ത് നിസ്കാരം കിട്ടിയിട്ട് നബി ഭൂമിക്ക് വരികയാണ്. അപ്പോൾ അപ്പോഴാണ് വഴി വെച്ച് ആരെ കാണുന്നത്? മൂസാ നബിനെ കാണുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ബനൂ ഇസ്രായേലിയരെ പോറ്റിയ ആളാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വാടാ പറഞ്ഞാൽ അങ്ങോട്ട് പോണ ടീമാണ് ആര്? ബനൂ ഇസ്രായേൽ. ഹിത്തത്ത് എന്ന് പറഞ്ഞപ്പോൾ ഹിന്തത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ ടീം. ഹിത്തത്ത് എന്ന് പറഞ്ഞാൽ മഖ്ഫിറത്ത്, അള്ളാഹു ഞങ്ങൾക്ക് പുറത്തിരുന്നെന്ന് പറഞ്ഞിട്ട് പട്ടണത്ത് കയറാൻ പറയുമ്പോൾ ഹിന്തത്തുൻ, ഗോതമ്പ് പണി എന്ന് പറഞ്ഞാണ്ട് കയറിയ ആൾക്കാർ. എന്നാൽ അള്ളാഹ് എന്ത് പറഞ്ഞാലും എന്നെ ഉൾട്ട ചെയ്യാം. അപ്പം ആ കൗമിനെ പോറ്റിയ ആളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പം അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാം ഇത് മനുഷ്യന്മാർക്ക് താങ്ങയില്ലാന്ന്. അത് അള്ളാഹ്ക്ക് ആദ്യം തന്നെ അറിയാം, പക്ഷെ ഒരു പരീക്ഷണമായിട്ട് കൊടുത്താണ്. അപ്പം മൂസാ നബി പറഞ്ഞു, നിങ്ങളിന്ന് അള്ളാഹിനോട് പറഞ്ഞു നോക്കി. അതല്ലാതെ മൂസാ നബി സ്വന്തം പോയിട്ട് പടച്ചവനെ കുറിച്ച് കൊടുക്ക്, അല്ലെങ്കിൽ മൂസാ നബി ഇസ്തിഹാസം നടത്തിയല്ല. ഇപ്പം മുമ്പിലുള്ള മൂസാ നബിയോട് ചോദിച്ചാൽ അത് മരിച്ചവരോട് ചോദിക്കാൻ തെളിവല്ല. ഇങ്ങനെ ഒരുപാട് ദുർബലമായ വാദങ്ങളാണ് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം എന്താ വെച്ചാൽ, ഈ ആളുകൾ അഥവാ ഒരു ഉപദ്രവവും വരുത്താൻ കഴിയില്ല, ഒരു ഉപകാരവും അവർക്ക് കിട്ടൂല. അങ്ങനെയുള്ള ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇത് നല്ല കാര്യമാണെന്നാണ് അള്ളാഹ് പറഞ്ഞത്. ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. അത് വളരെ വ്യക്തമായ വഴികേടാണ്. അപ്പം അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് വളരെ വ്യക്തമായ വഴികേടാണ് എന്നത് പടച്ചോനാ പറഞ്ഞത്. അള്ളാൻ്റെ ഖുർആൻ പറയാണ് വളരെ വ്യക്തമായ വഴികേടാണ്. പക്ഷേ ഈ വ്യക്തമായ വഴികേടിലാണ് ആളുകൾ വളരെ കാലങ്ങളായി മഹാഭൂരിപക്ഷം ആൾക്കാരുള്ളത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് മാത്രം ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ളൂ, പിന്നെ എത്രമാനം ആൾക്കാർ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം ആൾക്കാരും മഹാപണ്ഡിതന്മാരായ ആൾക്കാരൊക്കെ അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നവരും അതുപോലെ തന്നെ തെളിവുണ്ട് എന്ന് പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കുക എന്നതൊരു തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ള എന്താണ്? തൗഫീഖാണ്. തെളിവ് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? അംഗീകരിക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേരെ കണ്ട കാഫിരികളുണ്ട്. എവിടെ? മക്കത്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ പിളർത്തി നേർക്ക് നേരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാഫിരിങ്ങൾക്ക്. വിശ്വസിച്ചോ? വിശ്വസിച്ചിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബേക്കിൽ നിസ്കരിച്ച കപടവിശ്വാസികൾ മുനാഫിക്കുകളുണ്ട്. ഒരു നരകത്തിന് അടിയത്തെ തട്ടില്ല നമ്മൾ അള്ളാഹ് പറഞ്ഞു, ഇന്ന മുനാഫിഖിന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. അപ്പോൾ തെളിവ് കുറേ കാണാന്നുള്ളതല്ല. ഇന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബി. അള്ളാഹ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ മറട്ടുണ്ടാക്കിയിട്ടുണ്ട്. കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും ഇടയിൽ എന്തുണ്ട്? ഒരു മറുണ്ട്. തെളിവൊക്കെ ഇങ്ങനെ ഈ ആയത്തൊക്കെ കാണും, ദാലിക ഹുവൽ ളലാലുൽ ബഈദ് കാണും. എന്നാലും ഇത് ഇവിടേക്കാണ്ട് കയറില്ല. ഇത് എപ്പോഴാണ് കയറുക വെച്ചാൽ, ഈ മറ അള്ളാഹ് എന്ത് ചെയ്യണം? ഇവിടെ നീക്കണം. ഇവിടെ നീക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റ സെക്കൻഡ് മതിയാവും, ചിലപ്പോൾ ഒരു വാക്ക് മതിയാവും ഇസ്ലാം കത്താൻ, തൗഹീദ് കിട്ടാൻ. അല്ലാത്ത ഈ മറ ഇവിടെ ഉള്ളിടത്തോളം കാലം ഓന് എത്ര ഖുർആൻ ഖത്തം തീർത്ത് ഓതി കൊടുത്തിട്ടും കാര്യമില്ല, ഓന് ഈ ആയത്ത് മനസ്സിലാവില്ല, ഓനതിൻ്റെ ആശയം മനസ്സിലാവില്ല. ഓനത് അങ്ങോട്ടല്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് കാലം കഴിക്കും. അള്ളാഹ് പറയുന്നത് ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. ഇത് വളരെ വ്യക്തമായ വഴികേടാണ്. എന്ന് പറഞ്ഞാൽ പടച്ചോനല്ലാത്ത ഒരാളെ വിളിക്കുന്നത് വഴികേടാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് പടച്ചോൻ. പിന്നെ ആ പടച്ചോനെ വിട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതാണ് അടുത്ത ആയത്തിൽ യദ്ഉ ലമൻ ദർറുഹു അഖറബു മിൻ നഫ്ഇഹി. അവൻ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? യദ്ഉ, അവൻ പ്രാർത്ഥിക്കുന്നു, ലമൻ, ഒരുത്തനെ, ദർറുഹു, അവൻ്റെ ഉപദ്രവമാണ്, അഖറബു മിൻ നഫ്ഇഹി, അവൻ്റെ ഉപകാരത്തേക്കാൾ നിങ്ങൾക്കടുത്തുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം വരുത്താൻ അവർക്ക് സാധിക്കില്ല, ഒരു ഉപദ്രവം വരുത്താൻ സാധിക്കില്ല. മാത്രമല്ല, അവനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമല്ല കിട്ടുക, അതുകൊണ്ട് ഉപദ്രവ കിട്ടുക.
അപ്പോൾ എന്തിനാണ് മനുഷ്യന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ട് മറ്റു മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നിട്ട് അള്ളാഹ് പറയാണ് ലബിഅസൽ മൗലാ വലബിഅസൽ അശീർ. ഈ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ അവർ എത്ര മോശമായ സഹായികളാണ്. നല്ല സഹായികൾ എന്നല്ല, എത്ര മോശമായ മൗലകളാണ്, സഹായികളാണ്. വലബിഅസൽ അശീർ, എത്ര മോശമായ കൂട്ടുകാരും അതുപോലെ തന്നെ സഹവാസികളുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ, ഈ 2 ആയത്തുകൾ ഞാൻ പറഞ്ഞു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആ തൗഫീക്ക് അവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കുക. ഒന്ന്, ദീനിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ പ്രയാസമുണ്ടെങ്കിലും ഖൈറുണ്ടെങ്കിലും ദീൻ ഉറച്ചു നിൽക്കണം. രണ്ടാമത്തെ പാഠം വെച്ചാൽ ജീവിതത്തിൻ്റെ ഒരു പ്രയാസഘട്ടത്തിലും ഒരു സന്തോഷഘട്ടത്തിലും പടച്ചോനല്ലാത്ത മറ്റൊരു വ്യക്തികളോടും എന്ത് ചെയ്യാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല. അങ്ങനെ ദുആ ചെയ്യുക എന്നുള്ളത് ദാലിക ഹുവൽ ളലാലുൽ ബഈദ്, വളരെ വ്യക്തമായ വഴികേടാണ്. മാത്രമല്ല അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു തെളിവും ലോകത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രപഞ്ചത്തിൻ്റെ അസ്ൽ പറഞ്ഞ തൗഹീദാണ്. ലോകത്ത് എല്ലാ സൃഷ്ടിജാലങ്ങളും പടച്ചവനെ വിളിക്കണം. ഒരു മരം മറ്റൊരു മരത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു പോത്ത് മറ്റൊരു പോത്തിനെ വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആലോചിച്ച് നോക്കി. ഒരു പോത്ത് ഒരു മുയലിനെ വിളിക്കുക, ഒരു എലി ഒരു പൂച്ചനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒരു സിംഹം കടുവനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഒരു ആന കുരങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഒരു കുരകൻ ആന വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതൊന്നും ലോകത്തോടെ നടക്കണില്ല. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ, ആകാശങ്ങളിലും ഭൂമിയിലും ഒക്കെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാം അള്ളാഹ് 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 എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷെ മനുഷ്യന്മാർ കുറച്ച് ആൾക്കാർ മനുഷ്യന്മാരിൽ പെട്ട തന്നെ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഒരു അമ്പിയാക്കന്മാരായിരിക്കാം, മൗലിയാക്കന്മാരായിരിക്കാം. ലോകത്ത് ഒരു നബിയും എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ പറഞ്ഞിട്ടില്ല, ഒരു സ്വാലിഹും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആൾ പറഞ്ഞാൽ ആൾ നബി ആവുകയും ഇല്ല. ആൾ പിന്നെ ആരാകും? താഹൂത്തായിരിക്കും. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നെ റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് ഫിറഔൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ നമ്മളെ നാട്ടിലെ അമ്മ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓലക്കാരാണ് താഹൂത്തുകളാണ്. മനസ്സിലായില്ലേ? പിന്നെ എന്താ പറയുക, ഈ സുനാമി ഉണ്ടായല്ലോ. സുനാമി ഉണ്ടായപ്പോൾ എറണാകുളത്ത് ഈ പിന്നെ അമ്മൻ്റെ കുറച്ച് സ്ഥലങ്ങൾക്ക് സുനാമി കയറിയിരുന്നു, കുറച്ച് നാശനഷ്ടങ്ങളുണ്ടായി. അപ്പം അന്ന് പിന്നെ പത്രപ്രവർത്തകന്മാർ ചോദിച്ചു, നിങ്ങൾ ഭാവിക്കാരന ആളാണല്ലോ, അപ്പോൾ സുനാമി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്ന് തടുക്കേനു. അത് ഏറ്റവും ചുരുക്കി നിങ്ങളെ ആശ്രമത്തേക്കെങ്കിലും സുനാമി കയറാതെ നോക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഈ പിന്നെ അമ്മ പത്രക്കാർ പറഞ്ഞു, ഞാനൊരു സാധാ സ്ത്രീ മാത്രമല്ലേ, എനിക്കൊന്നും കഴിയില്ല. അപ്പം ഇത് കേട്ടപ്പോൾ ചുറ്റത്തുള്ള ആൾക്കാർ പണി പാടിയല്ലോ. അപ്പം എന്താ വെച്ചാൽ അടുത്തിക്കണ ഒരു കുസുകുസു വെക്കണ കരിയുണ്ടാവുമല്ലോ, കരിയൻ എന്തോ ചോട്ടി പറഞ്ഞത്. അപ്പം അത് ഞാൻ അമേരിക്കയിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് കിട്ടിയിരുന്നു, അതിന് ചില സൂചനകൾക്കുണ്ട്. പിന്നെ അതൊരു ആളുകൾക്ക് കൂടുതൽ നന്മ ചെയ്യാൻ, അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ കൂടുതൽ സഹായിക്കാമല്ലോ, അങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താണ് ഉണ്ടാകുന്നത്. അവനെ ന്യായീകരിക്കാണ്. നിങ്ങൾ ആലോചിക്കി, ലോകത്ത് ഗൈബ് അല്ലാത്തവർക്ക് ആർക്കും അറിയില്ല. അത് അള്ളാഹിൻ്റെ പ്രത്യേകത. പക്ഷെ നമ്മളാട്ടിൽ വിശ്വസിക്കണം വെച്ചാൽ ഗൈബ് എല്ലാവർക്കും അറിയാം. എൻ്റെ മനസ്സിൻ്റെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ അറിയാം. ഇതൊക്കെ എന്തുകൊണ്ട് വിശ്വസിക്കണം വെച്ചാൽ അള്ളാഹു ആരാണ് എന്ന് ആരും പഠിച്ചിട്ടില്ല. നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കണമെന്ന് വെച്ചാൽ കുറേ കറാമത്ത് കഥകൾ കേൾക്കും, കുറേ ഇല്ലാത്ത കുറേ കഥകൾ കേൾക്കുന്നത്. പടച്ചോൻ ആരാണ്, അള്ളാഹു ആരാണ് എന്ന് മാത്രം പഠിച്ചാൽ മതി. എന്നാൽ ലോകത്ത് ശിർക്കുണ്ടാവില്ല. അള്ളാഹിൻ്റെ ഓരോ സിഫത്ത്, അള്ളാഹ് അലീമാണ്, ഖദീറാണ്. ഈ ഗൈബിയായ കാര്യങ്ങൾ പടച്ചോനല്ലാതെ അറിയില്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഓൻ്റെ ഈമാൻ റെഡിയാവും. മനസ്സിലായില്ലേ? ഇപ്പം കൈങ്ങോട്ടക്കാരുണ്ടാവും. പണ്ട് ഒരാൾ പറഞ്ഞ പിന്നെ ഓൻ ഭാവി പറയുന്ന ആൾക്കാരെ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ അവൻ്റെ മൂന്നൊക്കെ ഒന്നാണ് കൊടുക്കുക ആദ്യം ചെന്നിട്ട്. ഇപ്പം എന്താണ്? അപ്പം ഞാൻ വന്നത് എൻ്റെ മൂന്നൊക്കെ അടിക്കാനാന്ന് പോലും എനിക്കറിയില്ല. തൊട്ടടുത്ത് നിൽക്കണ ഭാവി എന്ത് ചെയ്യണില്ല, ഓനറിയില്ല.
പിന്നെ നാട്ടുകാരെ ഭാവിക്ക് ഓൻ്റെ ഭാവിന്ന് ഓൻ അറിയില്ല. ഓൻ ആ ഭാവാണി മുതക്കടിട്ട് അടിക്കാൻ വന്നില്ലടാന്ന് ആദ്യം ചോദിക്കുക. മനസ്സിലല്ലേ? ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ആളുമായിട്ട് സംവാദം നടത്തി. മനസ്സിലായില്ലേ? ഒരു സൂഫിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഗൈബിയായ കാര്യങ്ങൾ അറിയില്ലേ? അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഗൈബിയായ കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ പറയും. ആയിക്കോട്ടെ, അൽബാനി പറഞ്ഞ സംവാദത്തിന് റെഡിയാണ്. അങ്ങനെ ഇയാൾ വന്നു സംവാദത്തിന്. ആര്? ഈ സൂഫി വന്നിരിക്കുകയാണ്. അൽബാനി വന്നില്ല. കുറേ കഴിഞ്ഞതിന് ശേഷം വന്ന്, ലേറ്റായി വന്ന്. അപ്പോൾ ഇയാൾ ചൂടായി, നിങ്ങളെന്താ സമയത്തിന് വരാത്ത? അപ്പം അൽബാനി പറഞ്ഞു, നിങ്ങളല്ല പറഞ്ഞ് എനിക്കെല്ലാം ഗൈബറിയാന്ന്. അപ്പം ഗൈബറിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണ്ടേ അൽബാനി നേരം വൈകിയ വരികയെന്ന്. അപ്പം മനസ്സിലെന്തായി? എൻ്റെ വാദം പൊളിഞ്ഞ് വാദപ്രതിവാദം ആവശ്യമില്ല. കാരണം എന്താ? വാദപ്രതിവാദം നടക്കുക. എനിക്ക് ഇൽമുൽ ഗൈബ് അറിയാം, അദൃശ്യ കാര്യങ്ങൾ അറിയാമെന്നാണ് ഇജ്ജ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇവിടെ ഈ സംവാദത്തിന് നേരം വൈകിട്ടാണ് വരിക എന്നുള്ള പോലും എനിക്ക് എന്തില്ല, അറിയില്ല. പിന്നെ എന്ത് ഗൈബ് എനിക്കറിഞ്ഞ് സംവാദം നടത്തില്ല എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് ലോകത്ത് ഏത് കാര്യങ്ങളും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ ഉണ്ടാക്കിയ കുഴിയിൽ വീഴുകയാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അറിയില്ല ഇത് ഈ മുമ്പിൽ കുഴിയുണ്ട്. മനസ്സിലായില്ലേ? മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളി അടിച്ചു വാരിയിരുന്ന പെണ്ണ് മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. നബി പള്ളിക്ക് വന്നപ്പോൾ പള്ളിയിൽ പെണ്ണ് കാണുന്നില്ല, അടിച്ചു വാരി പെണ്ണിനെ കാണുന്നില്ല. അപ്പോൾ സഹാബത്തിനോട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞു, നബി അവർ ഇന്നലെ മരിച്ചല്ലോ. അപ്പോൾ ദല്ലൂനിയല്ല ഖബരിയ, അവിടെ ഖബർ ഇങ്ങനെ എനിക്ക് അറിയിച്ചു തരുന്നു. അപ്പോൾ റസൂലുള്ളാഹി ഖബറിന് പോയി നിസ്കരിക്കരുത്. അതേ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇരുന്നു കൊണ്ട് നജ്ജാശി രാജാവിൻ്റെ, അബീസീനയിലുള്ള നജ്ജാശി രാജാവിൻ്റെ മരണം അറിഞ്ഞു. അതാ എങ്ങനെ അറിഞ്ഞു? അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തപ്പോൾ അറിഞ്ഞു. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അറിയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് പാഠങ്ങളാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ദീനിൻ്റെ പരീക്ഷ നമ്മൾ ക്ഷമിച്ച് നിൽക്കണം. ഒരിക്കലും ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ ഒരിക്കലും നഊദു ബില്ലാഹ് ഉണ്ടാകാൻ പാടില്ല. കാരണം അവസാന ശ്വാസത്തിൽ പോലും റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാലോ, ഒരു മനുഷ്യന് സക്കറാത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ പോലും ഇബ്ലീസ് എന്ത് ചെയ്യും? അവനെ വഴി തെറ്റിക്കാൻ നോക്കും. മനസ്സിലായി? പക്ഷെ ആ സമയത്ത് നമ്മളെ മാലിലുള്ള എന്താ അറിയോ? ദാഹം മൗത്ത് കൂട്ടിടും ഇബ്ലീസ്, ഗൗസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണറമ്പനാണ്. മനസ്സിലായില്ലേ? മൊയ്തിമാലയുള്ള, അതായത് ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. കൂസ് എന്ന് പറഞ്ഞാൽ ജഗ്. അപ്പം മരണത്തിന് വേദന ഉണ്ടാവും. അപ്പം ഇബ്ലീസ് വെള്ളം കൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളെ കൊണ്ട് പടച്ചവൻ നീ എന്ത് ചെയ്യണം? തുണക്കണം. എന്താ പടച്ചവനെ നേരിട്ട് തുറക്കാൻ കഴിയില്ലേ? അപ്പം ഇതൊക്കെ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ തൗഹീദ് വിടാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലാത്ത ഒരു മനുഷ്യനെയും, അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും വലിയാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. എത്രത്തോളം ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ പോലും സഹാബത്തിൻ്റെ രീതി തന്നെ. അതായത് ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് ആ എടുക്കാൻ കഴിയെങ്കിൽ ഞാൻ തന്നെ അതെടുത്തു പോയി മറ്റൊരാളോട് ഭൗതികമായ സഹായം പോലും ചോദിക്കാതിരിക്കലാണ് എന്ത് ഖൈർ. മനസ്സിലായില്ലേ? ഒരാളോട് പോലും ഭൗതികമായ സഹായം പോലും ചോദിക്കാതിരിക്കുക നമുക്ക് അനുവദനീയാണ്. പക്ഷെ അതുപോലും ചോദിക്കാതിരിക്കലാണ് അവൻ്റെ തൗഹീദിൻ്റെ പൂർണ്ണതക്ക് നല്ല. അതാണ് പോലെ അസ്തർഹു എന്നൊക്കെ പറഞ്ഞു. റുഖിയ സ്വന്തം നടത്താൻ കഴിവുണ്ടെങ്കിലും മറ്റുള്ളവരോട് ചോദിക്കാതെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതാണ് ശരിക്കും തൗഹീദിൻ്റെ പൂർണ്ണത. ഇന്നിപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കാൻ മാത്രമല്ല, ചോദിക്കാൻ പാടില്ലാത്ത ചോദിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അതാണ് രണ്ടാമത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള പാഠം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ആ ദീനിൽ നമ്മുടെ അവസാന ശ്വാസം വരെ ഉറച്ചു നിൽക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകാതിരിക്കുമാറാവട്ടെ. നമ്മയും അവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രോഗം മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, അള്ളാഹു അവർക്കെല്ലാം രോഗം ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ സഹോദരന്മാർ ഫലസ്തീനിൽ പ്രയാസങ്ങൾ വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്മാർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ശക്തി അവൻ ക്ഷയിപ്പിക്കുമാറാവട്ടെ.
ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാന ശ്വാസം വരെ തൗഹീദിൽ ഉറച്ചു നിൽക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.